അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ലിസാനിലെ ഒരുപാട് പാഠങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ പിക്ചർ കാണുന്നില്ലേ, മാദി മുദാരി എന്നൊക്കെ. ഇതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം ഒരുപാട് പാഠങ്ങൾ 2, 3, 4 പാഠങ്ങളിലൊക്കെയും പറയുന്നത് ഇതാണ്. പുസ്തകം ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ക്ലാസ്സാണ്. ഇന്നലെയൊക്കെ എടുത്തത് അത് തന്നെയാണ്. ഒന്നുകൂടെ വിശദീകരിച്ച് പറയാണ്. മക്കളെ, ലിസാനെ തിരിയൂലെന്ന് മനസ്സിലാദ്യം വിചാരിക്കാൻ പാടില്ല. തിരിയും. കാരണം മലയാളത്തിലാണല്ലോ ഉസ്താദ് പറയുന്നത്. മലയാളം തിരിയുന്നവരാണല്ലോ നമ്മളൊക്കെ, അല്ലേ? ഓക്കെ. തിരിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് താനും. അപ്പം നിങ്ങൾക്ക് മാത്രം തിരിയാതിരിക്കാൻ പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് കാരണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം തിരിയും. പക്ഷെ ഒന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. അങ്ങനെയാണല്ലോ ഏത് സംഗതിയും. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അറബി ഭാഷ, അള്ളാഹു ഖുർആൻ്റെ ഭാഷയാണ്, സ്വർഗത്തിൻ്റെ ഭാഷയാണ്, പ്രധാനപ്പെട്ട ഭാഷയാണ്. ഇവിടെ 2 രീതിയിലാണ് സാധനങ്ങളുള്ളത്. ശ്രദ്ധിക്കണേ. ഇത് മാത്രം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇത് മനസ്സിലായ ഒരു 4-5 പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ തുല്യമായി. ഓക്കെ. ഇത്രയും ഇപ്പോൾ ഉസ്താദിന് ചെയ്തു തരാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ. പഠിക്കേണ്ട കാര്യങ്ങൾ ഉസ്താദ് ശരിക്കും പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധിച്ചോ. ഫിഇൽ, അതായത് പ്രവർത്തനം 2 വിധത്തിലാണ്. പേടിക്കണ്ട. ഒന്ന് മാലി, ഒന്ന് മുലാരി. നിങ്ങൾ പണ്ടേ കേൾക്കുന്നതാണ് മാലി മുലാരി. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാലം. അങ്ങനെ പറഞ്ഞാൽ കത്തബ, എഴുതി കഴിഞ്ഞു എന്നാണ് അർത്ഥം. കത്തബ. എന്നാൽ യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതും എന്നാണ് അർത്ഥം. നാളെയോ കുറച്ച് കഴിഞ്ഞിട്ടോ ഒക്കെ. ഉപ്പ ഗൾഫിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നോ നാളെയോ എപ്പോൾ വരും. ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഉപ്പ ഇപ്പം വീട്ടിലുണ്ട്, അത് വന്നു കഴിഞ്ഞു പോയ സംഗതി. അങ്ങനെ 2 രീതിയിലാണ് ഇപ്പോൾ ഇതിൽ ഫീലുള്ളത്. എങ്ങനെ? 2 രീതിയിൽ. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ റമദാനിൽ ഉംറക്ക് പോയി. അതിൻ്റെ അർത്ഥം എന്താ? അവൻ പോയി കഴിഞ്ഞു. ഞാൻ ഈ റമദാനിൽ ഉംറക്ക് പോകും. അതിൻ്റെ അർത്ഥം എന്താ? അവൻ ഇനി വരുന്ന റമദാനിൽ പോകും. അവൻ പോയിട്ടില്ല, ഇനി പോകും. ഇത് രണ്ടുമാണ് മാലി മുദാരി എന്നുള്ളത് കൊണ്ട് വ്യത്യാസം. ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ ഉച്ചക്ക് ചോറ് കഴിക്കും. അതിൻ്റെ അർത്ഥം എന്താ? വരാനിരിക്കുന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്നതിനേക്കാണ് മുദാരി എന്ന് പറയുന്നത്. പ്രവർത്തിച്ചു കഴിഞ്ഞതിനാണ് എന്ത് പറയുന്നത്? മാലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. കഴിഞ്ഞതിനാണ് മാലി എന്നും വരാനിരിക്കുന്നതിനാണ് മുദാരി എന്നും പറയുന്നത്. അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു സംഗതി മനസ്സിലായി. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, മാലി ആണെങ്കിലും മുദാരി ആണെങ്കിലും ടോട്ടൽ 14 സാധനങ്ങളാണ് ഉള്ളത്. 14 സാധനങ്ങൾ. അതിലാകെ ഏതോ 1 or 2 ചെറിയൊരു വ്യത്യാസം വരുന്നത്. ബാക്കിയൊക്കെയും സിമ്പിളാണ്. ഓക്കെ. ഇനി ഈ 14 നിങ്ങൾ പഠിക്കണം. എന്നാലേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാലേ അത് ഉസ്താദ് പറഞ്ഞുതരാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കത്തബു. ഇത് 3 ഒരു ഗ്രൂപ്പാണ്. കത്തബു ഒരു ഗ്രൂപ്പ്. കത്തബുന ഇത് 3 വേറൊരു ഗ്രൂപ്പാണ്. ഓക്കെ. ഇനി അടുത്ത കളർ എടുക്കാം. കത്തബ്തും ഇത് 3 വേറൊരു ഗ്രൂപ്പാണ്. കത്തബ്തുന ഇത് 3 വേറൊരു ഗ്രൂപ്പാണ്. ഒരേപോലത്തെ കളറായതുകൊണ്ട് തിരിയാണ്ടായിപ്പോണ്ട. ഓക്കെ. ഇനി കത്തബ്ന ഇതെന്താണ്? വേറൊരു ഗ്രൂപ്പ്. അപ്പം 4 തരത്തിലാണ് ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ. ഉസ്താദ് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അതൊന്നും ഒരാളും പറയൂല, ഗ്രൂപ്പ് ഒന്നും പറയൂല. അങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും. എന്ത് ഗ്രൂപ്പ്, എല്ലാം ഒരുപോലെ തന്നെയാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ട്രിക്കിന് വേണ്ടി പറഞ്ഞതാണ് ഗ്രൂപ്പാണ്. എന്നാലും ഉസ്താദ് നമ്പർ ഇട്ടത് ഓർമ്മയില്ലേ? 1, 2, 3 ആ ഒരു സാധനം തന്നെ. ഇപ്പോൾ കത്തബു ആദ്യത്തെ 3 ഇവിടെ നമുക്ക് എഴുതാം. 1, 2, 3. കത്തബിന 4, 5, 6. ഓക്കെ. 4 എന്നൊക്കെ വായിക്കണേ. പിന്നത്തെ 3 6, 7, 8, 9, 10, 11, 12,
ലാസ്റ്റത്തെ 13, 14. ഈ ഒരു 14 സാധനമാണ് ഓരോന്നിലുള്ളത്. ഇപ്പോൾ കത്തബ കത്തബ കത്തബു ആദ്യത്തെ 3 എണ്ണം, കത്തബത്ത് കത്തബത്ത കത്തബിന പിന്നത്തെ 3 എണ്ണം, കത്തബ്ത കത്തബ്തുമാ കത്തബ്തു പിന്നത്തെ 3 എണ്ണം, കത്തബ്തി കത്തബ്തുമാ കത്തബ്തുന്ന പിന്നത്തെ 3 എണ്ണം, കത്തബ്തു കത്തബിന പിന്നെ 2 എണ്ണം. ഇതിങ്ങനെ സർഫാക്കി പഠിക്കണം. ഇത് പഠിക്കാണ്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഉമ്മാനോട് പറഞ്ഞിട്ട് ഒരു 5 ഫീൽ ഞാൻ ഇപ്പം തന്നെ ഗ്രൂപ്പിൽ വിട്ടുതരും. അതിന് 5ന് നിങ്ങൾ എഴുതി പഠിക്കുക. ജലസ ജലസ ജലസു എല്ലാം ഒരുപോലെയാണ്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സർഫാക്കി പഠിച്ചിരുന്നു. ആന ആന ആനു, ആനത്ത് ആനത്ത ആനത്തിന, എന്തിനെ ആക്കി പഠിക്കുക. ഇഷ്ടിക ഇഷ്ടിക ഇഷ്ടികു, ഇഷ്ടികത്ത് ഇഷ്ടികത്ത ഇഷ്ടികിന, അങ്ങനെയൊക്കെ നമ്മളെ പണ്ട് ഉസ്താദ്മാർ പഠിപ്പിച്ചിന്. കോളേജിൽ നിന്നൊക്കെ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഇത് ഫീലാണ്, ഇഷ്ടിക എന്നുള്ളത് ഇസ്മാണ്. അതൊക്കെ വ്യത്യാസം എന്തൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ പഠിക്കും. പേന പേന പേനു, പേനത്ത് പേനത്ത പേനത്തിന, ഓക്കെ, അങ്ങനെയൊക്കെ പല രസത്തിലായിട്ട് പഠിക്കാം. പക്ഷെ ഉസ്താദ് 5 സാധനം ഇപ്പം ഗ്രൂപ്പിലിട്ടാൽ ആ 5 എണ്ണത്തിന് നിങ്ങൾ എന്താക്കണം, 14 എണ്ണം വെച്ചിട്ട് എഴുതണം. ഓക്കെ, നിർബന്ധമായിട്ട് എഴുതണം. ഓക്കെ ഓക്കെ ഇത് മനസ്സിലായാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പം കത്തബ കത്തബ കത്തബു, കത്തബത്ത് കത്തബത്ത കത്തബിന, കത്തബുത്ത കത്തബത്തുമാ കത്തബത്തും, കത്തബുത്തി കത്തബത്തുമാ കത്തബത്തുന്ന കത്തബത്തു കത്തബിന. അങ്ങനെ വെള്ളം പോലെ പഠിക്കുക. ഓക്കെ, ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 3 എണ്ണം ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 3 എണ്ണം പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക. ആദ്യത്തെ 3 എണ്ണം പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. പിന്നത്തെ 3 എണ്ണം സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എഴുതുന്നതിൽ പരിധിയുണ്ട്. ഓക്കെ പിന്നത്തെ 3 എണ്ണം പുരുഷന്മാരെ കുറിച്ച്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ 3 എണ്ണം പുരുഷൻ, പിന്നത്തെ 3 എണ്ണം സ്ത്രീ, പിന്നത്തെ 3 എണ്ണം പുരുഷൻ, പിന്നത്തെ 3 എണ്ണം സ്ത്രീ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ നമ്മൾ പഠിച്ചു കത്തബ കത്തബ കത്തബു എന്നുള്ള പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏത് വന്നാലും പുരുഷനാണോ സ്ത്രീയാണോ എന്നൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഉദാഹരണം എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരാൾ ചോദിച്ചു കത്തബ്തും എന്നുള്ളത് പുരുഷനാണോ സ്ത്രീയാണോ? അപ്പം നിങ്ങൾക്ക് സർഫാക്കി നോക്കാം. കത്തബ കത്തബ കത്തബു, കത്തബ്ത കത്തബ്തുമാ കത്തബ്തും, കത്തബ്തി കത്തബ്തുമാ കത്തബ്തും, കത്തബ കത്തബ കത്തബു, കത്തബത്ത് കത്തബത്ത കത്തബിന, കത്തബ്ത കത്തബ്തുമാ കത്തബ്തും. അത് എത്രാമത്തതാണ്? 9ാമത്തതാണ് വരുന്നത്. 9ാമത്തത് എന്താണ്? പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷനാണ്. കാരണം ആദ്യത്തെ 3 എണ്ണം പുരുഷൻ, പിന്നത്തെ 3 എണ്ണം സ്ത്രീ, പിന്നത്തെ 3 എണ്ണം പുരുഷൻ, പിന്നത്തെ 3 എണ്ണം സ്ത്രീ, പിന്നെ 2 എണ്ണമാണ് വരുന്നത്. 2 എണ്ണം പ്രത്യേകം സെപ്പറേറ്റ് സാധനമാണ്. അത് സിമ്പിളാണ്, ഏറ്റവും സിമ്പിൾ അതാണ് നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം. അപ്പം നിങ്ങളോട് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചോദിച്ചു, അപ്പോൾ കത്തബത്ത് എന്നുള്ളത് പുരുഷനാണോ സ്ത്രീയാണോ നിങ്ങളോട് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ സർഫാക്കി നോക്കി. കത്തബ കത്തബ കത്തബു, കത്തബത്ത് എത്രാമത്തതാണ്? 4ാമത്തതാണ്. അപ്പം ഇതിലാണ് വരിക. ആദ്യത്തെ 3 എണ്ണം കഴിഞ്ഞു, പിന്നെ 4ഉം 5ഉം 6ഉം എന്താണ്? സ്ത്രീൻ്റെ കാറ്റഗറിയിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ 6 എണ്ണം അത് അവർ എന്നുള്ള കാറ്റഗറിയിലാണ്, ഗായിബായിട്ടാണ്, മുന്നിലില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. പിന്നത്തെ 6 എണ്ണം, അപ്പോൾ 3 പുരുഷനും പിന്നത്തെ 3 സ്ത്രീയും, അത് നീ എന്നുള്ള കാറ്റഗറി, മുന്നിലുള്ള ആളോടാണ് പറയുന്നത്. അതും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ടോട്ടൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 14 എണ്ണം നിങ്ങൾ പഠിക്കണം. ഓക്കെ, കത്തബ കത്തബ കത്തബു എന്നുള്ള 14 എണ്ണം, ഈ 14 എണ്ണം നിങ്ങൾ എന്താക്കണം? പഠിക്കണം. ഫസ്റ്റ് 1. രണ്ടാമത്തെ പഠിക്കാനുള്ളത് 14 എണ്ണത്തെ നമുക്ക് 3 3 3 3, ആദ്യത്തെ 3 പിന്നത്തെ 3, ഇങ്ങനെ നമുക്ക് എന്താക്കാം? പിന്നെ 2, ഇങ്ങനെ 14 എണ്ണത്തിന് നമുക്ക് കാറ്റഗറി ചെയ്യാം. ഈ 3 പുരുഷനാണ്, ഈ 3 സ്ത്രീയാണ്. ഈ ഒരു പുരുഷനും സ്ത്രീയും കൂടിയ ആദ്യത്തെ 6 എണ്ണത്തിനെ അവർ എന്നുള്ള മുന്നിലില്ലാത്തവരെ പറയുന്ന കാറ്റഗറിയിലാണ് പെടുക. ഈ 3 എണ്ണം, അപ്പം ആദ്യത്തെ പുരുഷനാണ്, പിന്നത്തെ സ്ത്രീയാണ്, അതായത് ഇത് ഈ ഭാഗം. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതുന്നാൽ ആദ്യത്തെ 3 എണ്ണം ഈ 3 എണ്ണാണേ. പിന്നത്തെ കളർ മാറ്റുന്നു, ഒന്നുകൂടെ തിരിഞ്ഞേക്കും. സോറി. ആദ്യത്തെ 3 എണ്ണം
പിന്നത്തെ 3 ഓക്കെ. സോറി, കളറ്. ഇത് രണ്ടാമത്തെ 3, ഇത് ആദ്യത്തെ 3. ഇത് പുരുഷനാണ്, ഇത് സ്ത്രീയാണ്. ഇത് രണ്ടും കൂടിയത്, അതായത് ഈ 6 എന്താണ്, അവർ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. ഓക്കെ. ഇനി അതേപോലെ ഇപ്പുറത്തേക്ക് വന്നാൽ ആദ്യത്തെ 3 പുരുഷനാണ്, പിന്നത്തെ 3 സ്ത്രീയാണ്. ഈ 3 കൂടിയത് നീ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. തിരിഞ്ഞോ? അപ്പോൾ ആദ്യത്തെ 6 ഈ 6 അവർ എന്നുള്ള കാറ്റഗറിയിലും ഇത് നീ എന്നുള്ള കാറ്റഗറിയിലുമാണ് എന്താകുന്നത്, പെടുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഈ 14 പഠിക്കണം. ഇതിൽ ആദ്യത്തെ 6 അവർ എന്നുള്ള കാറ്റഗറി, പിന്നത്തെ 6 നീ എന്നുള്ള കാറ്റഗറിയിൽ, അങ്ങനെ മനസ്സിലാക്കി. 12. ആദ്യത്തെ 6 ഫസ്റ്റത്തെ 3 പുരുഷൻ എന്നുള്ള കാറ്റഗറി, പിന്നത്തെ 3 സ്ത്രീ എന്നുള്ള കാറ്റഗറി, അങ്ങനെയാണെന്ന് മനസ്സിലാക്കി. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, സിമ്പിളായിട്ട് 14 പഠിച്ചു. ആദ്യത്തെ 6 അവർ എന്നുള്ള കാറ്റഗറി, പിന്നത്തെ 6 നീ എന്നുള്ള കാറ്റഗറി, ആദ്യത്തെ 6 3 പുരുഷൻ, പിന്നത്തെ 3 സ്ത്രീ, പിന്നത്തെ 6 3 പുരുഷൻ 3 സ്ത്രീ. ഇത് മൊത്തം കൂട്ടിയാൽ നീ എന്നുള്ള ഇത് മൊത്തം നീ എന്നുള്ളതിൽ, ഇത് അവർ എന്നുള്ളതിൽ തിരിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ഇതിൽ വേറൊരു സംഗതിയും കൂടി മനസ്സിലാക്കാനുണ്ട്. എന്താ മനസ്സിലാക്കാനുള്ളത്? കത്തബ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഇത് 2 ആൾ, ഇത് 3-ൽ കൂടുതൽ ആൾ. കത്തബത്ത് എന്ന് വെച്ചാൽ ഒരാൾ, 2 ആൾ, 3-ൽ കൂടുതൽ ആൾ. ഒരാൾ, 2 ആൾ, 3-ൽ കൂടുതൽ ആൾ. ഒരാൾ, 2 ആൾ, 3-ൽ കൂടുതൽ ആൾ. അങ്ങനെയാണ് ഇത് വരാമെന്നും കൂടി മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട്. ബാ എന്ന് കണ്ട അലിഫ്, ഈ ബാ അലിഫ് നീട്ടാനുള്ളത് അതൊക്കെ 2 ആയിരിക്കും. കത്തബ, കത്തബത്ത 2 ആയിരിക്കും. തുമാ 2 ആയിരിക്കും. തുമാ 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നത് 2 ആയിരിക്കും. ഓക്കെ. ഇനി ഇങ്ങനെ വരുന്നത് എങ്ങനെ? ബൂ എന്ന് വരുന്നത് 3 ആയിരിക്കും. കത്തബിന 3 ആയിരിക്കും. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം എന്നില്ല. ആദ്യം ഉസ്താദ് പറഞ്ഞ പോലെ മനസ്സിലാക്കണമെന്നല്ലേ. ആദ്യത്തെ 1, 2 ആൾ, 3 ആൾ. അപ്പം കത്തബൂ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പോൾ കത്തബൂ എന്ന് പറഞ്ഞാൽ എത്ര ആളാണ്? ഫസ്റ്റത്തെ ചോദ്യം, കത്തബൂ എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ? അപ്പോൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 3-മത്തേതാണ് കിട്ടുന്നത്. ഫസ്റ്റത്തെ 3 ആണ്. അപ്പോൾ അത് പുരുഷനാണ്, നമ്മൾ ഉറപ്പിച്ചു. പിന്നത്തെ ചോദ്യം, അവർ എന്നുള്ള കാറ്റഗറിയിലാണോ നീ എന്ന കാറ്റഗറിയിലാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ആദ്യത്തെ 6 മുഴുവനും അവർ എന്ന കാറ്റഗറിയിലാണ്. കത്തബു വരുന്നത് 3-മത്തതിലാണ്. ഇതെങ്ങനെ തിരിയുക? നമ്മൾ ഈ 14 പഠിക്കണം, എന്നാലേ തിരിയുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് 14 പഠിക്കണം. അപ്പോൾ കത്തബു എന്ന് പറയുന്നത് 3-മത്തതാണ്. 3-മത്തതാകുമ്പോൾ പുരുഷനാണ്, കാരണം ആദ്യത്തെ 3 പുരുഷൻ്റെ മാരെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കാം, അവർ എന്നുള്ള കാറ്റഗറിയിലാണോ നീ എന്ന കാറ്റഗറിയിലാണോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ എന്ന കാറ്റഗറിയിലാണ്. കാരണം എന്താ? ആദ്യത്തെ 6 മുഴുവനും അവർ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് 3 പുരുഷൻ, ഫസ്റ്റ് സ്ത്രീ, പിന്നത്തെ 3 സ്ത്രീ. പിന്നെ വരുന്ന 6 മുഴുവനും നീ എന്ന കാറ്റഗറിയിലാണ്. അതിൽ ആദ്യത്തെ 3 പുരുഷൻ, പിന്നത്തെ 3 സ്ത്രീ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് തീരുമാനിച്ചു? അവർ എന്നുള്ള കാറ്റഗറിയിലാണെന്ന് തീരുമാനിച്ചു. നീയല്ല, അവർ, അല്ലെങ്കിൽ അവർ. ഓക്കെ. ഇനി എത്ര ആളാണ്? കത്തബ ഒരാൾ, കത്തബ 2 ആൾ, കത്തബൂ 3-ഓ 3-ൽ കൂടുതലോ ആൾ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? 3-ഓ 3-ൽ കൂടുതലോ ഉള്ള പുരുഷന്മാരാണ്. അത് നീ എന്ന കാറ്റഗറിയിലാണോ അവർ എന്ന കാറ്റഗറിയിലാണോ? അവർ എന്ന കാറ്റഗറിയിലാണ്. ഒക്കെ പുരുഷന്മാർക്ക് പറയാം എന്താണ്? മുദക്കർ എന്നാണ് പറയാം. ഓക്കെ, മുദക്കർ എന്നാണ് പറയാം. പിന്നെ അവർ എന്നുള്ളതിന് നമ്മളിവിടെ പറയുന്നത് ഗായിബ് എന്നാണ് പറയുക. ഗായിബ് മറഞ്ഞവർ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹാദിർ. അപ്പോൾ ഗായിബ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഗായിബ് അറബിയിൽ ഖബർ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറയുന്നത് ഗായിബ്. പിന്നെ 3 കൂടുതൽ ആൾ എന്ന് പറയുമ്പോൾ ജമ്മാണ്.
അപ്പോൾ ജമ്മ് മുദക്കർ ആയിബായി. ഒന്നുകൂടെ ഉസ്താദ് പറഞ്ഞുതരാം. ഇപ്പോൾ കത്തബ എന്നുള്ളതിനാണ് നമ്മൾ എടുക്കുന്നത്. കത്തബ എന്നുള്ളതിന് ആദ്യം നമ്മൾ നോക്കുക എത്ര ആളതിൽ വരുന്നുണ്ട്. മുഫ്രദ് എന്നാണ് ഒരാൾ വരുന്നതിന് പറയാം. മുസന്ന എന്നാണ് രണ്ടാൾ വരുന്നതിന് പറയാം. ജംഅ എന്നാണ് മൂന്നാൾ വരുന്നതിന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാൾ രണ്ടാൾ മൂന്നാൾ, ഒരാൾ രണ്ടാൾ മൂന്നാൾ, ഒരാൾ രണ്ടാൾ മൂന്നാൾ, ഒരാൾ രണ്ടാൾ മൂന്നാൾ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പം ഈ ഒരാൾ എന്നുള്ളതിന് അറബി വേണ്ടേ? അറബിയിലാണ് നമ്മൾ പറയുക മുഫ്രദ്. രണ്ടാൾ എന്നുള്ളതിന് അറബിയിലാണ് നമ്മൾ പറയുക തസ്നിയ. മൂന്നാൾ എന്നുള്ളതിന് അറബിയിൽ നമ്മൾ ജം എന്നാണ് പറയുക. ഓക്കെ. മൂന്നോ മൂന്നിൽ കൂടുതൽ ആൾ വരുന്നതിന്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സാധനം കിട്ടിയാൽ ഇപ്പം കത്തബാന്ന് കിട്ടി. അപ്പോൾ ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ? രണ്ടാൾ. അപ്പോൾ നമ്മൾ പറയും തസ്നിയാണ്. ഇനി അടുത്ത ചോദ്യം, മുദക്കറാണോ മുഅന്നസാണോ? ആണാണോ പെണ്ണാണോ? പുരുഷനാണോ സ്ത്രീയാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കും കത്തബ എന്നുള്ളത് എത്രാമത്തതാണ്? രണ്ടാമത്തതാണ്. രണ്ടാമത്തത് വരുമ്പോൾ പുരുഷനാണോ വരാ സ്ത്രീയാണോ വരാ? പുരുഷൻ. കാരണം ആദ്യത്തെ മൂന്നെണ്ണം പുരുഷൻ, പിന്നത്തെ മൂന്നെണ്ണം സ്ത്രീ, പിന്നത്തെ അങ്ങനെയാണ് നമ്മളെ ടേം പഠിച്ച് കാണരുത് നമ്മൾ ട്രിക്ക് നമ്മളെ. അപ്പം കത്തബ എന്ന് പറയുന്നത് എത്രാമത്തതാണ്? രണ്ടാമത്തതാണ്. അപ്പം നിങ്ങൾക്കൊരു സാധനം കിട്ടിയാൽ നിങ്ങളൊന്ന് എത്രാമതാണ് വരുന്നത് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. തിരിഞ്ഞാ ഇപ്പോൾ കത്തബ രണ്ടാമതാണ് വരുന്നത്. രണ്ടാമത് വരുമ്പോൾ പുരുഷനാണ്. അപ്പോൾ മുദക്കർ എന്നാണ് പുരുഷന് പറയുക, പെണ്ണിന് മുഅന്നസ് എന്നാണ് പറയുക. ഇനി അടുത്ത ചോദ്യം, ഗായിബ് അവർ എന്നുള്ള കാറ്റഗറിയിലാണോ നീ എന്ന കാറ്റഗറിയിലാണോ? അപ്പോൾ നമ്മൾ എന്താ നോക്കുക, ആദ്യത്തെ ആറെണ്ണത്തിൽ വരുന്നതൊക്കെ അവർ എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മൾ ഗായിബ് എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ നമുക്ക് കത്തബ എന്നുള്ളത് എന്താണ്? തസ്നിയാണ്, രണ്ടാൾക്കുള്ളതാണ്, മുദക്കറുമാണ്, പിന്നെ ഗായിബുമാണ്. അപ്പോൾ ഒരു സാധനം കിട്ടിയാൽ ഈ മൂന്നെണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ എന്നുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എഴുതിയ ആ ഓർഡറിൽ നോക്കിയാൽ നമുക്ക് തിരിയും. നമ്മൾ പഠിച്ചു വെച്ചാൽ 14 ആ ഓർഡർ നോക്കിയാൽ നമുക്ക് തിരിയും. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുക ആണാണോ പെണ്ണാണോ. ആണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ 3 പുരുഷൻ, പിന്നത്തെ 3 സ്ത്രീ, പിന്നത്തെ 3 പുരുഷൻ, പിന്നത്തെ 3 സ്ത്രീ. ആ ഒരു കാറ്റഗറിയിലാണ് വരാം. അപ്പം എത്രാമത്തതാണ് നോക്കിയേ? അഞ്ചാമത്തതാണ്. അഞ്ചാമത്തതാണെങ്കിൽ എന്താ വരാം? സ്ത്രീ ആയിരിക്കും. കാരണം ആദ്യത്തെ 3 കഴിഞ്ഞു, 4, 5. ഓക്കെ. പിന്നത്തെ 3 സ്ത്രീയാണ്. ഓക്കെ. അപ്പം 5 ആ 3 വരുന്നത്. ഓക്കെ. പിന്നെ കണ്ടുപിടിക്കുക അവർ എന്നുള്ളതാണോ നീ എന്നുള്ളതാണോ എന്നുള്ള കാറ്റഗറിയാണ്. കാരണം ആദ്യത്തെ 6 മുഴുവനും വരുന്നത് അവർ എന്ന കാറ്റഗറിയിലാണ്. അപ്പം മൂന്നാമത്തേതൊക്കെ പറയുന്നത് എന്തായാലും 6 എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിലല്ലേ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ന കാറ്റഗറിയിലാണ് വരിക. ഇത്രയേ പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ലിസാനുൽ ഖുർആൻ മനസ്സിലായി, 100% മനസ്സിലായി. പിന്നെ ഇനി നിങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി ഇവിടെ 2 സാധനമാണ് വ്യത്യാസമുള്ളത്. അതാ ഉസ്താദ്യം പറഞ്ഞത്. ഒന്ന് കത്തബ്തു, കത്തബിന. ഇവർക്ക് ഈ പറഞ്ഞ ആളൊന്നുമല്ല. ഇവർ സെപ്പറേറ്റ് സ്വതന്ത്രരായി മത്സരിക്കുന്ന ആൾക്കാരാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞില്ലേ. കത്തബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അവിടെ ആണും ആവാം പെണ്ണും ആവാം. പെണ്ണും പറയും. ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി പറയാണ് ഞാൻ ഇന്നലെ പനി ആയതുകൊണ്ടാണ് സ്കൂളിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ എന്ന് ഫാത്തിമയും പറയും. മുഷ്താഖ് എന്ന് പറഞ്ഞ് ഞാനും പറയും ഞാൻ കുട്ടിയാണ്. അപ്പോൾ ആണും പെണ്ണൊക്കെ ഞാൻ എന്ന് ഉപയോഗിക്കും. ഓക്കെ. അതുകൊണ്ട് കത്തബ്തു എന്നുള്ളത് ഞാൻ എന്നുള്ളതിനാണ് പറയാം. അപ്പം അവിടെ എന്താണ് പറയുക? മാലി. ഓക്കെ. മുഫ്രദ് മുത്തക്കല്ലിം എന്നാണ് പറയാം. മുഫ്രദ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരാൾ മുഫ്രദ്. മുത്തക്കല്ലിം എന്നാണ് ഉപയോഗിക്കുക. ഒരു പുതിയൊരു ടേമാണ് മുത്തക്കല്ലിം. മുഫ്രദ് മുത്തക്കല്ലിം എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. ഇനി കത്തബിന ഞങ്ങൾ എഴുതിയിൻ. കത്തബിന ഞങ്ങൾ എഴുതിയിൻ. അപ്പം ഞങ്ങൾ എന്നുള്ളത് ആൺകുട്ടികളുടെ ഗ്രൂപ്പിനും പറയും പെൺകുട്ടികളുടെ ഗ്രൂപ്പിനും ഞങ്ങൾ എന്ന് പറയും. അതുകൊണ്ട് അതിന് ജമ്മ് മുത്തക്കല്ലിം എന്നാണ് പറയാം. അതിൽ ആണും പെടും പെണ്ണും പെടും. ജമ്മ് മുത്തക്കല്ലിം ഞങ്ങൾ. അതിൽ ആൺകുട്ടികളും പറയും. ഞങ്ങളുടെ ക്ലാസ്സുകാരെല്ലാവരും ടൂർ പോയപ്പോൾ അതിൽ ആരുണ്ടാവുക? ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും. ഞങ്ങളുടെ ക്ലാസ്സുകാരെല്ലാവരും എന്ന് പറയുമ്പോൾ. ഇനി കത്തബ്തു പോലെയാണെങ്കിൽ അതിൻ്റെ എന്താണ്? മുഫ്രദ് മുത്തക്കല്ലിം. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യുക. മുഫ്രദ് മുത്തക്കല്ലിം, മറ്റേത് ജമ്മ് മുത്തക്കല്ലിം. ഇപ്പോൾ മുത്തക്കല്ലിം എന്നുണ്ടാവും ലാസ്റ്റത്തെ 2 അത് നമ്മൾ ഉൾപ്പെടുന്ന ടീമാകുമ്പോഴാണ് മുത്തക്കല്ലിം എന്ന് പറയുക. ഇപ്പോൾ കത്തബ്തു മുഫ്രദ് മുത്തക്കല്ലിം, കത്തബിന ജമ്മ് മുത്തക്കല്ലിം. ഓക്കെ. അതും സിമ്പിളായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതേ ആകെ ഈ പാഠത്തിൽ തന്നെ പറയുന്നുള്ളൂ.
ഈ പാഠത്തിൽ തന്നെ പറയുന്നുള്ളൂ എന്നല്ല, ലിസാനിൽ തന്നെ ഇതേ പറയുന്നുള്ളൂ. ഇത് മനസ്സിലായാൽ, ഇതിപ്പോൾ മാലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, മാലിനെ കുറിച്ചാണ് പറഞ്ഞത്, മാലി കാറ്റഗറിയിൽ. ഇതിൻ്റെ നേരെ ഒരേ സാധനമാണ് മുതാരിയിലും വരുന്നത്. നമുക്ക് നാളെ സംസാരിക്കാം. നമുക്ക് ദിവസം കുറവാണ്, എന്നാലും നാളെ നമുക്ക് സംസാരിക്കാം. ഇത് നിങ്ങൾ വെള്ളം പോലെ ആക്കിയാൽ നിങ്ങൾക്ക് ലിസാനുൽ ഖുർആൻ കഴിഞ്ഞു. ഓക്കെ, ഒന്ന് മനസ്സിലാക്കേണ്ടി വരും, കാരണം പുതിയതായിട്ടൊരു സാധനം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് നിങ്ങളിത് ബൈഹാർട്ടാക്കി മനസ്സിലാക്കിയാൽ ക്ലിയർലി പാഠങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്.